എന്തായാലും 2 ദിവസമായിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി നിങ്ങളെ പോസ്റ്റിനടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ വായിക്കാറുണ്ടോന്ന്. തീർച്ചയായിട്ടും ഞാൻ വായിക്കാറുണ്ട്. വായിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെ വീട്ടുകാരെ ഞാൻ വിലയിരുത്തും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവനെയൊക്കെ ഉണ്ടാക്കിയ ഇവനൊരു അമ്മ ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു സ്ത്രീ എന്ന ആളായിരിക്കൂല ഇവനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ ഞാൻ അങ്ങനെയാണ് ഞാൻ വിചാരിക്കാറ്. കാരണം ഇവനെ ഉണ്ടാക്കിയ ആ അമ്മയുടെ ഗുണമാണ് മറ്റുള്ള ആൾക്കാരെ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഞാൻ ഇങ്ങനെ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ, ഇപ്പൊ ഞാൻ മക്കളെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും നീ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളും കമന്റുകളാണ് കാണാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ സംസാരിക്കുന്ന ഈ തന്തക്ക് പറക്കായ്മ എന്നൊക്കെ പറയാം. ആദ്യം മനുഷ്യനവിടെ എന്നിട്ട് സംസാരിക്കും. നിങ്ങളെ വായ അത്രയും വലിയ വിഷമത്തിലാണ് വന്നു കൂട്ടിയേക്കുന്നത്. നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടും ആ സ്ത്രീത്വത്തെ ബഹുമാനിച്ചുകൊണ്ടും മാത്രമാണ് നിങ്ങളെ കമന്റ് ബോക്സ് ഇത്രയും മാന്യത. നിങ്ങൾ മറിച്ച് നിങ്ങൾ പുരുഷനാണെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സ് ജനങ്ങൾ കത്തിച്ചനെ. അത്രക്കും അറപ്പും വെറുപ്പായിരിക്കും ജനങ്ങൾ നിങ്ങളോട്. വർഗീയതയും വിഷവും ഇങ്ങനത്തെ ആളും പറഞ്ഞു കൂട്ടിയേക്കണത്. നിങ്ങളെ സ്വന്തം ഒന്ന് വിലയിരുത്തി എന്തൊട്ടൊക്കെയാണ് പറഞ്ഞു കൂട്ടിയേക്കണത്. എന്നിട്ട് കടന്നീതി വന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും ആൾക്കാർ ഇങ്ങനെയാണ് മാങ്ങയാണ് തേങ്ങ പഠിക്കാല്ല. അത്ര വർഗീയത നിങ്ങൾ പറഞ്ഞു കൂട്ടിയേക്കണത് അത് മനസ്സിലാക്കുക. അപ്പൊ ഇനിയെങ്കിലും മനുഷ്യനാവും ശ്രമിക്കാം. മനുഷ്യനായാലും മനുഷ്യൻ കൂടെ ഉണ്ടാവുള്ളൂ, മൃഗമായ മനുഷ്യൻ കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ തന്നെ ചെറിയൊരു സമൂഹം മാത്രം അംഗീകരിക്കണം, ബാക്കി ഭൂരിപക്ഷം സമൂഹം നിങ്ങൾ എതിർത്ത് വെറുപ്പോടെ കാണുന്നത്. അതിങ്ങനെ മനസ്സിലാക്കി. നിങ്ങൾ ഒരു മെമ്പറാകാൻ പോയ വ്യക്തിയല്ലേ, നിങ്ങളങ്ങനെ മെമ്പറാകാൻ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പൊ അമ്മായി കാര്യങ്ങൾ നടക്കട്ടെ, നമ്മളൊക്കെ തന്നെ കാണും. ബൈ.